പോയ സമയത്ത് ബ്രസ്റ്റിലൊക്കെ മുഴ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കണമല്ലേ. ആ ഒരു പേടിയോട് കൂടി തന്നെയായിരുന്നു ഞാനും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. എന്റെ ആ ഒരു പേടി ഡോക്ടർ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി. ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങള് പേടിക്കണോടത്തേക്കൊന്നും ഇപ്പൊ എത്തിയിട്ടില്ല. പക്ഷെ ഇതേപോലെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പേടിക്കുന്ന ഇടത്തേക്ക് എത്തും കാര്യങ്ങൾ എന്ന് പറഞ്ഞു. 5 വർഷക്കാലം ഞാൻ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. ഒരു 5 വർഷത്തോളമായി. ഡോക്ടർ പറഞ്ഞത് എന്നോട് മരണം വരെ മെഡിസിൻ കഴിക്കണം, സ്റ്റോപ്പ് ചെയ്യരുത് എന്നായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, PCOD, തൈറോയ്ഡ്. അപ്പൊ ഷുഗർ ചെക്ക് ചെയ്ത സമയത്ത് ഷുഗർ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഷുഗർ ഉണ്ട്, ഉപ്പാക്ക് പ്രഷർ ഉണ്ട്. ഡോക്ടർ വേറെ ഒന്നും നോക്കിയില്ല. ഡോക്ടർ വിധി എഴുതി, നിങ്ങൾ മരണം വരെ മെഡിസിൻ കഴിക്കണം, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വന്ന അസുഖമാണ്. അതേപോലെ തന്നെ തൈറോയിഡ്, PCOD ചെക്ക് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ ഡോക്ടർ ചോദിച്ച ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട്, എന്റെ ഉപ്പാടെ 2 പെങ്ങന്മാർക്ക് PCOD തൈറോയിഡ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഡോക്ടർ ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ മരണം വരെ മെഡിസിൻ കഴിക്കേണ്ടി വരും, കാരണം നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വന്നതാണെന്ന്. അതും ഞാൻ ഒരു 5 വർഷക്കാലമായിട്ട് ഞാൻ കഴിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാൻ സാധിച്ചതും ഞാൻ പ്രോഗ്രാം ചെയ്യാൻ ഒരുങ്ങി. ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ റിസൾട്ട്, അന്നത്തെ ദിവസം എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി എന്നുള്ളതാണ്. ഒരു 8 വർഷത്തോളമായിട്ട് രാത്രിയിൽ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഒന്നാമത്തത് മൈഗ്രെയിന്റെ തലവേദന വന്നു കഴിഞ്ഞാല് റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, കുട്ടികളുമായിട്ട് പ്രശ്നം, ഹസ്ബൻഡുമായിട്ട് പ്രശ്നം, ഫാമിലിയിൽ പ്രശ്നം. കാരണം മൈഗ്രെയിന്റെ തലവേദന അനുഭവിച്ചവർക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത് അറിയാൻ സാധിക്കും. എന്റെ മക്കൾ അന്ന് കുഞ്ഞു മക്കളായിരുന്നു. ഒരു പേന അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പോലും താഴെ വീണു പോയാൽ ആ ഒരു സൗണ്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി കർട്ടനുള്ള വീടാണെങ്കിലും ഞാൻ ബ്ലാങ്കറ്റ് വെച്ചിട്ട് ജനല് മൊത്തത്തിൽ അടക്കും. അതേപോലെ ഹെയർ ഹോളിന്റെ ഉള്ളിലൊക്കെ തുണികൾ വെച്ചിട്ട് അടച്ചിട്ട് പകല് പോലും എന്റെ റൂം ഇരുട്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഞാനൊരു 23 വർഷമായിട്ട്, അതുകൊണ്ട് തന്നെ നൈറ്റ് എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. അതാണ് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്ത അന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. ഭയങ്കര ഇഷ്ടമായി, കണ്ടിന്യൂ ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്ത സമയത്ത് 3.5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് മെത്തേഡുകൾ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 10ാമത്തെ ദിവസമാണ് എനിക്ക് എന്റെ ശ്രദ്ധയിൽ പെട്ടത്, എനിക്ക് തല വേദനിക്കണില്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ 23 വർഷമായിട്ട് മൈഗ്രെയിന്റെ തല. ഞാൻ വേഗം എന്റെ കോച്ചിനെ വിളിച്ച് പറഞ്ഞു, 23 വർഷമായിട്ട് കൂടെ ഉള്ള ഒരാള് പെട്ടെന്ന് ഇല്ലാതാവുമ്പോഴല്ലോ ആ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭയങ്കര ഫ്രീ ആയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡ്. അപ്പൊ ഞാൻ സെന്ററിലേക്ക് പോണതിന്റെ മുന്നേ തന്നെ എന്റെ കോച്ചിനെ വിളിച്ച് വിവരം പറഞ്ഞു. എണീറ്റ പാടെ എനിക്ക് തല വേദനിക്കണില്ല മേഡം എന്ന് പറഞ്ഞു. മേഡം പറഞ്ഞു, കൺഗ്രാജുലേഷൻ, നല്ല കാര്യം, ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സെന്ററിൽ പോയി 10ാമത്തെ ദിവസം വെയിറ്റ് കുറച്ചപ്പോ നോക്കിയപ്പോ സമയത്ത് 7 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 3 മാസം കൊണ്ട് എനിക്കുണ്ടായിരുന്ന 20 കിലോ എക്സസ് വെയിറ്റ് കുറച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിച്ചിരുന്ന 5ഓളം മെഡിസിൻസ് ഈ പറഞ്ഞ ഡോക്ടർ, മരണം വരെ മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ ഡോക്ടറിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് തന്നു. ഇപ്പൊ ഒരു 3.5 വർഷമായിട്ട് യാതൊരുവിധ മെഡിസിനും കഴിക്കുന്നില്ല. അതേപോലെ തന്നെ എന്റെ മക്കള്, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഫാമിലിക്കാണ് ഷെയർ ചെയ്യല്ലേ. ഞാൻ എൻ്റെ മക്കൾക്ക് കൂടെ ഇതിലുള്ള കിഡ്സ് ന്യൂട്രീഷൻ കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് മൂത്താള് 18 കിലോ വെയിറ്റ് ഗെയിൻ ചെയ്ത്, ചെറിയ മോന് 16 കിലോ വെയിറ്റ് ഗെയിൻ ചെയ്ത്. അതിനേക്കാൾ വലിയൊരു റിസൾട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മോന് 4 വർഷമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ മുഖത്ത് ചെറിയൊരു ഡോട്ട് പോലെയാണ് വന്നത്. ഒരു കടുകുമണിയുടെ വലുപ്പത്തിലായിരുന്നു 2 കുത്തുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെ. പിന്നെ അത് വലുതാവാൻ തുടങ്ങി. കണ്ണും ചുണ്ടും മൂക്കും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും, ഫേസില് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒരു വെള്ളപ്പാണ്ട് പോലത്തെ ഒരു ഇത് വന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് കുട്ടികൾ അടുത്തൊന്നും വന്നിരിക്കില്ല. പേരൻസ് വിളിച്ച് പറയും, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ഇതൊക്കെ മാറിയിട്ട് വിട്ടാ പോരെന്ന്. ഒരു പേരന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. ഇനി എന്താവും, വലുതാവും തോറും മൊത്തം ഫേസിൽ അല്ലാതെ
മൊത്തം ഇതാവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കിഡ്സ് ന്യൂട്രീഷൻ കൊടുക്കാൻ തുടങ്ങി ഒരു 3-3.5 മാസം ആവുമ്പോ തന്നെ ഫുള്ള് കളറും അവൻ്റെ മാറി. ഇപ്പൊ ഒരു കുത്ത് പോലും അവശേഷിക്കുന്നില്ല. അവന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നന്നായിരുന്നു. ഇതാ ഇപ്പൊ കാണുന്നുണ്ട്, ഒരു കുത്ത് പോലും അവന്റെ ഫേസിലില്ല. ഭയങ്കര സന്തോഷം, അവൻക്ക് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി. ഇങ്ങനത്തെ ഒക്കെ ഞങ്ങൾ ഓൾ ഫാമിലി ഇപ്പോ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കാരണം എന്റെ കോച്ചുമാര്, അതിന്റെ എല്ലാ ഓൾ കോച്ചസിനും ഞാൻ ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയുന്നു. അപ്പൊ എന്റെ ഫാമിലി റിസൾട്ട് നിങ്ങൾ കേട്ടു. അപ്പൊ ഓൾ ഫാമിലി ഞങ്ങളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈസി വെയിറ്റ് ലോസ് മെത്തേഡ്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഈസിയാണ്. ഈസിയാണ് എന്ന് പറയുന്നത് ഒന്ന് കൈവയ്ക്കുക. സിമ്പിൾ ആണ് അല്ലെ, എന്നാ ഈസി അല്ല. എന്താ അങ്ങനെ? സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഈസി, എന്താ ഈസി അല്ല. നിങ്ങൾ ഒരു പേഴ്സണൽ വെൽനസ് കോച്ചിന്റെ ഹെൽപ്പോട് കൂടി അവർ പറയണത് 100% കോപ്പറേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കണേ എങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആരൊക്കെ കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള? എല്ലാവരും കോച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലെ. ഇനി കോച്ചിന്റെ സഹായം ഇല്ലാതെ ആരെങ്കിലും വെയിറ്റ് ലോസ് റിസൾട്ട് എടുത്തവരുണ്ടോ? ഇല്ല അല്ലെ. ഇവിടെയാണ് നമ്മൾ ഒരു കോച്ചിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ചിലര് തനിയെ ചെയ്യും, ഞാനും മുന്നേ ട്രൈ ചെയ്തതായിരുന്നു. പക്ഷെ എന്താണ് ഉണ്ടായത്? കുറച്ച് ദിവസമൊക്കെ അതേപോലെ ഇങ്ങനെ പോകും. ഒരു 10 days അല്ലെങ്കിൽ ഒരു 2 week ഒക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ പോകും. പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, മതിയാവും, മടുപ്പാവും, ക്ഷീണം, തളർച്ച. കാരണം ഒന്നുകിൽ കാർബ്സ് ടോട്ടലി കട്ട് ചെയ്തിട്ടാവും, അല്ലെങ്കിൽ ഫുഡ് തന്നെ മൊത്തത്തിൽ ഒഴിവാക്കി എഗ് ഡയറ്റ്, ബനാന ഡയറ്റ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഉണ്ടാവും അല്ലെ. ഫ്രൂട്ട്സ് ഇതൊക്കെ മാത്രം മതിയോ ഒരു ഹ്യൂമൻ ബോഡിക്ക്? കറക്റ്റ് അളവിൽ ബോഡിക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് പോലും അധികം പേർക്കും അറിയണ്ടാവില്ല. ഇതിനു മുന്നേ എനിക്കും അറിയണ്ടായിരുന്നു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ കണക്കിൽ 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം അയാളുടെ ബോഡിക്ക് വേണം. ഇന്ന് ആരാണ് അതൊക്കെ നോക്കണത് അല്ലെ. എല്ലാവരും ഹറിബറിയാണ്. ഓഫീസിൽ നിന്ന് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ പോണം, ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ട്രാവലിംഗിലാവും, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ലെ. കുട്ടികളാണെങ്കിൽ സ്കൂളിലാവും ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഒരു വെൽനസ് കോച്ച് നിങ്ങൾക്ക് അവരുടെ ടൈമിന്, നിങ്ങളുടെ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ സമയത്തിന് ഓർമ്മിപ്പിക്കാനും ഒരു വെൽനസ് കോച്ച് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്, അതുവരെ നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് കറക്റ്റ് ആവാത്തോണ്ടാവണല്ലോ ഇങ്ങനെ ഓവർ വെയിറ്റും ഒബേസിറ്റിയും അല്ലെങ്കിൽ അൺഹെൽത്തി സിറ്റുവേഷനിലൊക്കെ ആയിട്ടുണ്ടാവുക അല്ലെ. ഇവിടെ കോച്ച് ചെയ്യണത് എന്താ? ചികിത്സാ രീതിയാണോ? ആണോ? അല്ല. അവരുടെ മുന്നിൽ വരുന്ന പീപ്പിളിന്റെ നീഡിനനുസരിച്ച് അവരുടെ പർപ്പസ് എന്താണോ, വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, അതുമല്ല ഐഡിയൽ വെയിറ്റിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ട കലോറി മാനേജ്മെന്റ് പറഞ്ഞു കൊടുത്ത് ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് കലോറി മാനേജ്മെന്റ്? ഈ ഒരു കലോറി മാനേജ്മെന്റ് ചെയ്താലാണ് നമുക്ക് വിചാരിച്ച രീതിയിൽ മുന്നേ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് നോക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്ന ന്യൂ പീപ്പിൾസ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടാ. നമ്മള് മോർണിംഗ് എഴുന്നേറ്റത് മുതൽ നൈറ്റ് കിടക്കുന്നത് വരെയുള്ള ഭക്ഷണ രീതികൾ നമുക്കൊന്ന് നോക്കാം. മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ പാടെ ആദ്യം നമ്മൾ നോർമൽ വാട്ടർ എടുക്കുക. അതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് എത്ര വെള്ളം കുടിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും കുടിക്കാം. ചിലർക്ക് 1 ഗ്ലാസ് ആവാം, ചിലർക്ക് 2 ഗ്ലാസ് ആവാം, അതും അല്ലെങ്കിൽ മറ്റു ചിലർക്ക് 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ സാധിക്കും. അപ്പൊ കഴിയുന്നത് പോലെ അവർക്ക് കുടിക്കാം. അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് മോശം പോവാന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വന്നതിന്റെ ശേഷം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നവർ എയർ ഫ്രഷ് എടുക്കും അല്ലെ. ആരൊക്കെ എയർ ഫ്രഷ് എടുക്കുന്നുണ്ട് ഇപ്പൊ? സൂപ്പർ. കുറെ പേര് എയർ ഫ്രഷ് കുടിക്കുന്നുണ്ട്. ഞാനും എയർ ഫ്രഷ് കുടിക്കുന്നുണ്ട്. ഇപ്പൊ അല്ലാത്തവരും ഉണ്ടാവും. അല്ലാത്തവര് ടീ, കോഫി ഒക്കെ
കുടിക്കും അല്ലെ. ഒരു ടീ കോഫി എന്ന് പറയുമ്പോൾ അതിൽ എത്രയാണ് കലോറി എന്നറിയും? ചുരുങ്ങിയത് നോക്കുകയാണെങ്കിൽ ഒരു 150 കലോറിയുടെ മുകളിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു എയർ ഫ്രഷിൽ എത്ര കലോറിയുള്ള? വെറും 4 കലോറിയാണ് നമ്മുടെ എയർ ഫ്രഷിലുള്ളത്. നമ്മളിവിടെ ചെയ്യണത് എന്താ? വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കലോറി മാനേജ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, സ്ലൈഡ് എടുത്തോളൂ. ഇതിലെടുക്കുന്ന ന്യൂ പീപ്പിൾസിന് ഒരു പക്ഷെ അറിയണ്ടാവില്ല എന്താണ് കലോറി. നിറയെ പേർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. ഇപ്പോ ഇത് എടുത്തോളൂ ട്ടാ, സ്ലൈഡ് എടുത്തോളൂ. വെയിറ്റ് നമ്മൾ കിലോയിലാണ് അളക്കുക അല്ലെ. വെള്ളം നമ്മൾ ലിറ്ററിലാണ് അളക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അളക്കുന്നത് കലോറിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ നമുക്കൊരു ചോക്ലേറ്റ് പീസ് നോക്കാം, ചെറിയൊരു പീസ്, അതിൽ 80 കലോറിയാണ് ഉള്ളത്. അതേപോലെ ഒരേ ഒരു പൊട്ടറ്റോ ചിപ്സ്, അതില് 15 കലോറി. അതേപോലെ ഒരു ടീ കോഫിയോ 150 മുതൽ അതിൽ കലോറി വരുന്നുണ്ട്. ചിലര് മിൽക്ക് മെയ്ഡ് ഒക്കെ അതിൽ നമുക്കൊരു ഐസ്ക്രീം നോക്കാം, അബ്സല്യൂട്ട്ലി 500 കലോറി അതില് ആ ഒരു ഐസ്ക്രീമിൽ വരുന്നുണ്ട്. ഇപ്പോ നമുക്ക് നോർമൽ ഒരാൾ കഴിക്കുന്ന ഫുഡ് നമുക്കൊന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു 4 ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു 4 ദോശ ഒക്കെ ആണെങ്കിൽ അതൊരു 350 കലോറി ഉണ്ടാവും. അത് കഴിഞ്ഞ് ലഞ്ചിന് മുന്നേ ആയിട്ട് സ്ലൈഡ് ഉണ്ടായിരുന്നല്ലോ. ലഞ്ചിന് മുന്നേ ഒരു സ്നാക്സ്, ഒരു ടീ കോഫി ഒക്കെ കഴിക്കും അല്ലെ ചിലവര്. അതിലൊരു 250 കലോറി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിലേക്കാണ് പോവുക. സ്ലൈഡ് വന്നിട്ടുണ്ട്. ആ ഒരു ലഞ്ച് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 850 കലോറി ഉണ്ടാവും. അതൊരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ഗീ റൈസ് ഒക്കെയാണ് വെച്ചാൽ 2000 കലോറി ഉണ്ടാവും. അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് ഒരു ചായ കുടി ഉണ്ട് അല്ലെ. ചായ മാത്രമാവുക ഇല്ല, പലതരം സ്നാക്സുകൾ ഉണ്ടാവും. ഇപ്പൊ ഇന്നത്തെ ഒരു ഫുഡ് ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സ്നാക്സ് 250 കലോറിയാണ്. ഒരു സ്നാക്സിൽ ഒരു ചായയിലൊക്കെ ഒതുങ്ങുമോ? ഇല്ല. ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനേക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഡിന്നറിലേക്ക് പോവാം. ഡിന്നർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 450 കലോറി, ടോട്ടൽ ഒരു 2150 കലോറി. ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണരീതി. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് നോക്കാം. നമ്മുടെ പ്രോഗ്രാമില് ഫസ്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ, എയർ ഫ്രഷ്, അതിൽ ഒരു 4 കലോറിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? വേൾഡിൽ തന്നെ നമ്പർ 1 ന്യൂട്രീഷൻ അല്ലെ, ഫോർമുല 1 ഷേക്ക്. നമ്മുടെ ബോഡിക്ക് ഒരു ദിവസത്തിൽ ഒരു നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് പൗഡർ ഫോമിൽ ആണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ 18 തരം വൈറ്റമിൻസ്, മിനറൽസിന്റെ എസെൻഷ്യൽ ആണ് ഉള്ളത്. ഇത് എത്ര കലോറിയാണ് ഉള്ളത്? 250 കലോറിയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ചിലേക്കാണ് പോവുക അല്ലെ. ലഞ്ച്, അതിനിടയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന പീപ്പിള് രാവിലെ, ഉച്ചക്ക്, രാത്രി ഈ ഒരു 3 ടൈമിലല്ലാതെ അതിനിടയിൽ എന്ത് കഴിച്ചാലും, ഈവൻ ഒരു മിഠായി കഴിച്ചാൽ പോലും വെയിറ്റ് ലോസിനെ ബാധിക്കും എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ ചോക്ലേറ്റ് പീസ് 80 കലോറി ഉണ്ട്. ഒരു ചെറിയ കഷ്ണം പൊട്ടറ്റോ ചിപ്സ് 15 കലോറി ഉണ്ട്. ഒരു കഷ്ണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ? ഇല്ല. അപ്പോ വെയിറ്റ് ലോസ് ചെയ്യുന്ന നമ്മുടെ പീപ്പിൾസ് എന്താ കഴിക്കുന്നത്? അതിന്റെ ഇടയിൽ കലോറി ഇല്ലാത്ത ഒരേ ഒരു സാധനമാണ് ഈ ഒരു ഭൂമിയിലുള്ളത്. എന്താണ്? വാട്ടർ. ഒരാൾക്ക് അവര് എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് അവര് വെള്ളം കുടിക്കണം. എല്ലാവരും അവരുടെ കോച്ചിനോട് ചോദിച്ച് നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. കോച്ച് പറയണത് പോലെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അല്ലെ. മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചിന് ഇടയിൽ നമ്മൾ
എത്ര വെള്ളമാണോ കുടിക്കാനുള്ളത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് അതിന് നേർ പകുതി വെള്ളം ഉച്ചക്കത്തെ ലഞ്ചിന് മുന്നേ കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഉച്ചക്കത്തെ ലഞ്ച് എത്ര കലോറിയാണ്? നമ്മളുടെ പ്രോഗ്രാം ചെയ്യുന്നവര് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശരാശരി ആരോഗ്യത്തിനെ കുറിച്ചൊരു ബോധവാനായിട്ടുള്ളൊരു ആള് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതിന് 750 കലോറിയാണ് ഉണ്ടാവുക. എങ്ങനെയത്? നമ്മുടെ ഓരോരുത്തരുടെയും ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ കൈ കൂട്ടി പിടിച്ചാൽ എത്രയാണോ ഇതിനുള്ളിലും ഒതുങ്ങുന്ന ഫുഡാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. അപ്പോ ഇതില് ഹാഫ് പോർഷൻ റൈസ്, ബാക്കിയുള്ള ഭാഗത്ത് ഗ്രീൻ സാലഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ലഞ്ച്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫുഡ് നമ്മൾ കുറക്കാനല്ല പറയണത്, റൈസിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാനാണ് പറയണത്. ലഞ്ച് കഴിഞ്ഞ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള വാട്ടർ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നൈറ്റ് ഡിന്നർ ആവുന്നത് വരെ നമ്മളത് കുടിക്കുക. നമ്മൾ നമ്മുടെ ഫുഡാണ് നൈറ്റ് ഡിന്നർ ആയിട്ട് എടുക്കുന്നത് അല്ലെ. അത് എത്രയാ കലോറി? 230 മുതൽ 250 വരെയാണ് അതിന്റെ കലോറി വരുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാള്, സ്ലൈഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആള് ടോട്ടൽ ഒരു 1200 കലോറിയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഒരാൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടോട്ടൽ കലോറി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കലോറി ആണോ വേണ്ടത് അതിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് വെയിറ്റ് കൂടാൻ തുടങ്ങും. എങ്ങനെ കൂടും? ഒരു എക്സാമ്പിള്, ഒരു ദിവസം 1500 കലോറി നിങ്ങൾക്ക് വേണം എന്ന് കരുതുക. എക്സാമ്പിൾ പറയാണ്, 1500 കലോറി നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഒരു ദിവസം 2500 കലോറി കഴിക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പോ അതിൽ നിന്നും എക്സസ് ആയിട്ട് 1000 കലോറി ഉള്ളിൽ പോകുന്നുണ്ടല്ലോ. ഓരോ ദിവസവും ഇങ്ങനെ എക്സസ് ആയിട്ട് പോകുന്ന കലോറി അക്യുമുലേറ്റ് ചെയ്ത് 8000 കലോറി ടോട്ടലി കൂടിക്കഴിഞ്ഞാൽ 1 കിലോ വെയിറ്റ് കൂടും. ഇതാണ് വെയിറ്റ് കൂടുന്നതിന്റെ രഹസ്യം. ഇങ്ങനെ വെയിറ്റിനെ കുറക്കാനായിട്ട്, ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള വെയിറ്റിനെ കുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിന് പോവും അല്ലെ. വെരി ഗുഡ്, സൂപ്പർ, നല്ലതാണ്, വേണം. നമ്മുടെ ബോഡിക്ക് 20% എക്സസൈസ് വേണം. ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഫാറ്റ് ബേൺ ആവുന്നുണ്ട് അവിടെ എങ്കിൽ ഹൈ കാലറി ഫുഡ് വീണ്ടും വന്നിട്ട് നമ്മൾ കഴിക്കുക. ഇത്രയും നേരം ഞാൻ കലോറിയുടെ കാര്യമാണ് പറഞ്ഞിട്ടില്ല. കലോറി കുറച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. അപ്പൊ നിറയെ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. പട്ടിണി കിടന്നാല് അല്ലെങ്കിൽ ഫുഡ് കുറച്ചാല് കലോറി കുറയുമല്ലോ. പക്ഷെ അവിടെയുള്ള പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോർമൽ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിറയെ പ്രോബ്ലംസും അൺഹെൽത്തിയിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പോരായ്മകൾ ഉള്ളത് വീണ്ടും പോരായ്മകളിലേക്കാണ് പോവുക. അപ്പൊ എന്താവും? ഉറക്കം പോവും. അങ്ങനെ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്കിന്ന് ലാഗ് ആവും, എനർജി കുറയും. ഇത് കൂടാതെ തന്നെ നിറയെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എങ്ങനെയാ ഹെൽത്തി വേയിൽ വെയിറ്റ് കുറക്കേണ്ടത്? അത് എങ്ങനെയപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വെയിറ്റ് കുറക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എനർജി ഇൻക്രീസ് ആവണം, ഇമ്മ്യൂണിറ്റി സ്റ്റാമിന ഇംപ്രൂവ് ആവണം, സ്കിന്ന് ഗ്ലോനെസ് കിട്ടണം, ഐഡിയൽ ഷേപ്പ് കിട്ടണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി വേയിലാണ് വെയിറ്റ് കുറക്കണം. ഇങ്ങനെ ഹെൽത്തി വേയിൽ വെയിറ്റ് കുറക്കാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കുന്ന ഫുഡ് ലോ കലോറി ഫുഡ് ആയിരിക്കണം. ആ ഫുഡില് ഡെയിലി ബേസിസിൽ എന്തെല്ലാം വേണോ നമ്മുടെ ബോഡിക്ക്, എന്തെല്ലാം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് വേണോ അതെല്ലാം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാൻ പറ്റും, ഐഡിയൽ ഷേപ്പ് കിട്ടും. അത് ലൈഫ് ലോങ് ഉപയോഗിച്ച്
മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പൊ ഫുഡ് ഹാബിറ്റ്, കലോറി മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇത് മാത്രം മതിയോ വെയിറ്റ് ലോസ് ആവാനായിട്ട്? പോരാ. ജസ്റ്റ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണത്? മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കുക, കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാം. അതേപോലെ തന്നെ പകല് ഒരിക്കലും കിടന്നുറങ്ങാതിരിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും ആക്ഷനിൽ ഉണ്ടായിരിക്കണം. ഡിന്നർ നേരത്തെ കഴിക്കുക. ഒരു 8 മണിക്കൂർ എങ്കിലും നന്നായിട്ട് ഉറങ്ങും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് റിസൾട്ട് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന്. കോച്ചിനെ മുറുകെ പിടിക്കുക. കോച്ച് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്തു തരും. അങ്ങനെ ഒരു കോച്ചിന്റെ ഗൈഡൻസോട് കൂടി തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ വെൽനസ് കോച്ചുമാരും റിസൾട്ട് എടുത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടെ എന്നെ ഗൈഡ് ചെയ്ത് എനിക്ക് റിസൾട്ട് എടുത്തു തന്ന എന്റെ ഓൾ കോച്ചസിന്, ഇങ്ങനെ ഒരു സെഷൻ എടുക്കാനും എന്റെ മെന്ററും സിസ്റ്റം ലീഡറും കൂടായ മിസ്റ്റർ അൻസാർ സാർ, ഷിക്കി മാഡത്തിനും എന്റെ ഫ്രം ദ ഹാർട്ടിൽ നിന്നും ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക്സ് ടു ഹെർബലൈഫ്. താങ്ക് യു മാർക്യൂസ്. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അമേസിംഗ് റിസൾട്ട് എടുത്തിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണക്ട് ആയിട്ടുണ്ട്. 2-3 പേരുടെ റിസൾട്ട് നമുക്കൊന്ന് കേൾക്കാം. ആരാണ് ആദ്യം എനിക്ക് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരമാവും എന്ന് കരുതുന്നത്? വേഗം വന്നിട്ട് ഓപ്പൺ ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ ഐശ്വര്യ. ഐശ്വര്യ പറയൂ. വയസ്സ് 23. തിരൂരിൽ നിന്നാണ് ഞാൻ കണക്ട് ആയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 21 കിലോ എക്സസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ. നമ്മുടെ പ്രോഗ്രാം ചെയ്ത് ഒരു 4.5 മാസം കൊണ്ട് 21 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ഒരു കല്യാണത്തിന്റെ മുമ്പാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ കല്യാണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ വളരെ സുന്ദരിയായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഗോള് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കല്യാണത്തിന്റെ സമയത്ത് തന്നെ വെയിറ്റ് ഒക്കെ കുറച്ച് സൂപ്പർ ആയിട്ട് റിസൾട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പ്രഗ്നൻസി ജേണിയിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫുഡ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഫുഡാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഒരു ഹെൽത്തി ബേബി എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യം റിസൾട്ട് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളും നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു 10 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ആളൊരു 20 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അമ്മ ഒരു 12 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ കോച്ചാണ്. കോച്ചിന് താങ്ക് യു പറയുന്നു. അപ്പൊ ഓൾ ഫാമിലി നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? യെസ്. ടോട്ടലി എത്ര കിലോ വെയിറ്റ് ആണ് ഐശ്വര്യ കുറച്ചെന്ന് പറഞ്ഞേ? ഞാൻ 21 കിലോ. അതല്ലേ? വെരി ഗുഡ്, സൂപ്പർ. ബിഫോർ ആഫ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോ നല്ല രീതിയിൽ റിസൾട്ട് എടുത്തിട്ടുണ്ട് ഓൾ ഫാമിലി. അപ്പൊ കിട്ടിയ റിസൾട്ടുകൾ എന്തായാലും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ പോലെ തന്നെ അവരും വെയിറ്റ് ഒക്കെ കുറച്ച് ഐഡിയൽ വെയിറ്റ്, ഐഡിയൽ ഷേപ്പിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ അല്ലേ? താങ്ക് യു ഐശ്വര്യ. താങ്ക് യു. നെക്സ്റ്റ് ആരാണ് ഓപ്പൺ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് മാം. നാജിയാണ്, കുറ്റിപ്പുറത്ത് നിന്നാണ് സംസാരിക്കണേ. നജിയ പറയൂ. മാം, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് 5 വർഷമായി. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. 3 മാസം കൊണ്ട് 18 kg വെയിറ്റ് ലോസ് ആയി. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എന്താണ് 18 കിലോ? ഇപ്പൊ നേരത്തെ ഐശ്വര്യ പറഞ്ഞു, അതേപോലെ തന്നെ നാജിയും വെയിറ്റ് ഇത്രയും കുറഞ്ഞ സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്? ബോഡിയിൽ നിന്ന് എന്താണ് ഫീൽ ചെയ്യണത്? കാണുമ്പോ മറ്റുള്ളവര് എന്താണ് പറയണേ? നല്ല ഹാപ്പിയാണ് മാം. കാരണം 18 ഞാൻ ഹൈറ്റ് കുറവാണ്. 18 kg എക്സസ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ്. ഇപ്പോ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതല്ലേ? അപ്പൊ വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ബിഫോർ ആഫ്റ്റർ ഉള്ള ആരെങ്കിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരുന്നു.
ഓക്കെ മാം. താങ്ക് യു നാജിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 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 സതീഷാണ്. പറയൂ. ഓക്കെ അല്ലേ? ഇവിടെ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഗുഡ് മോർണിംഗ്. എന്റെ പേര് സതീഷ്. ഞാൻ പൂക്കാട്ടിൽ സംസാരിക്കുന്നത്. ബിഫോർ ഞാനൊരു പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ അല്ലേ? മ്യൂട്ട് ആക്കിക്കോളൂ ട്ടാ. പറയൂ. ഓക്കെ. ബിഫോർ ഹെർബലൈഫ് ഞാനൊരു എല്ലാവരും പറഞ്ഞ വെയിറ്റ് ലോസിന് വന്ന ആൾക്കാരെ പറഞ്ഞു. ഞാനാണെങ്കിൽ വെയിറ്റ് ലോസിന് വന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് റിക്കവറി ആവാൻ വേണ്ടി വന്നൊരു എന്റെ ഫ്രണ്ട് മുഖാന്തരം വന്നാണ് ഈ ഹെർബലൈഫിലേക്ക്. കാരണം ഒരു 5 വർഷം മുന്നേ എനിക്ക് അതിന്റെ ഭക്ഷണ രീതിയിൽ ഒരു റോങ് കാരണം ഫാറ്റ് ലിവർ, സിറോസ് കഴിഞ്ഞ 5 വർഷമായി മെഡിസിൻ കഴിച്ചിട്ട് മാറാത്തൊരവസ്ഥയിൽ എന്റെ ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ പോകാത്ത ഹോസ്പിറ്റലിൽ കേരളത്തിൽ അകത്തും പുറത്തും ഇല്ല. എല്ലാ ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് 5 വർഷം മെഡിസിൻ കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നാസിം ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞ ടൈമിലാണ് ഞാൻ ഈ ഹെർബലൈഫിക്ക് വരാൻ കാരണം ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സ്റ്റേജ് ഇല്ല, കാരണം നമുക്ക് മെഡിസിൻ കൊണ്ട് മാറാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ ബയോപ്സി നോക്കാം, എന്താണെന്ന് നോക്കാം. ഡോക്ടർക്ക് സംശയം ക്യാൻസർ ബാധിച്ചോ എന്ന് സംശയം കാരണം ബയോപ്സി പറഞ്ഞ ഡേറ്റ് വൈകുന്നേരം എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്, ഇനി എവിടെ പോയി കാണിക്കാതെ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകേണ്ടത്, നീ പോരും. ഞാൻ പറഞ്ഞു നീ ഇവിടെ നിന്നൊരു ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും പോയി മടത്തഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി. അവൻ തന്നെ ഒരു ആലത്തൂർ പോകണം എന്ന് പറഞ്ഞു രാവിലെ എന്റെ വീട്ടിൽ അവന്റെ വണ്ടിയിൽ വന്ന് അവൻ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് ഒരു ന്യൂട്രി സെന്ററിലാണ് എത്തി. ഇത് ഹോസ്പിറ്റൽ നല്ലല്ലോ പറഞ്ഞു. അല്ല അന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ അവിടുത്തെ കോച്ച് എന്നെ ചെക്ക് ചെയ്ത് അപ്പോഴാണ് ഞാൻ എനിക്ക് 16 എക്സ് വെയിറ്റ് ഉണ്ട്, ഫാറ്റ് 38 ഫാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സിറ്റുവേഷൻ. അപ്പൊ കോച്ച് എന്നോട് ചോദിച്ചു എന്റെ ഭക്ഷണ രീതി ജീവിതശൈലി ചോദിച്ചു തന്നപ്പോ ഫുള്ള് റോങ് ആ എന്റെ ഭക്ഷണ രീതി. കാരണം ഞാൻ രാവിലത്തെ ഭക്ഷണം 10 മണിക്ക്, ഉച്ചയ്ക്ക് ചോറ് 6 മണിക്ക്, രാത്രി 12 മണിക്ക്. എന്റെ ഒരു ലൈഫ് അങ്ങനെയായിരുന്നു. കാരണം എന്റെ ഫീൽഡ് ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്റെ ഫീൽഡ് അങ്ങനെയായിരുന്നു. ഈ 30 വർഷത്തെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റങ്ങൾ ഇന്ന് ആ കോച്ചിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് മാറണം, കാരണം ഒരുപാട് മരുന്നും കഴിച്ച് മടുത്തൊരാളായുണ്ട്. അപ്പൊ കോച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാണ്, എനിക്ക് ജീവിച്ചേ പറ്റൂ, കാരണം ലൈഫ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു. 2 മാസം ആ കോച്ച് എന്താ പറഞ്ഞ കറക്റ്റ് ഫോളോ ചെയ്ത് 16 എക്സ് വെയിറ്റ് കുറച്ചു. വന്ന് ചെക്ക് ചെയ്തപ്പോ ഫാറ്റ് ലിവർ നോർമലായിരുന്നു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ ബയോപ്സി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഞാൻ എന്തായാലും ഡൗട്ട് ഉണ്ടല്ലോ, കാരണം ഇത്രയും മെഡിസിൻ കഴിച്ചിട്ട് മാറാത്തൊരു അസുഖം ഒരു ഷേക്ക് കഴിച്ച് മാറും, എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ എന്റെ നിർബന്ധമായ ബയോപ്സിക്ക് അയച്ചു, ബോംബെക്ക് അയച്ചു. തിരിച്ചു വന്ന 10 ദിവസം തിരിച്ചു വന്നത് പിന്നെ നെഗറ്റീവായിട്ടാണ് വന്നത്. അന്നുമുതൽ ഇന്ന് വരെ 5 വർഷമായി ഞാൻ ഈ ഫുഡ് എന്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ഫാമിലി കഴിക്കുന്നുണ്ട്. എന്റെ വൈഫ് ഒരു 22 കിലോ വെയിറ്റ് കുറച്ചു, മോളൊരു 10 കിലോ വെയിറ്റ് കുറച്ചു, മോനൊരു 8 കിലോ വെയിറ്റ് കുറച്ചു. ഓൾ ഫാമിലി 5 വർഷമായി ഒരു ഹോസ്പിറ്റലും കയറാതെ ഞങ്ങൾ ഹെൽത്തി ഹാപ്പി ആയിരിക്കുന്നു. എനിക്ക് താങ്ക്സ് പറയാൻ എന്റെ കോച്ചിനെ താങ്ക്സ് പറഞ്ഞു. അതുപോലെ ചീന കോച്ച് അൻസർ സെക്രട്ടറി മാഡത്തിനും ഫ്രം ദ താങ്ക്സ് പറഞ്ഞു. എന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഉണ്ടാവും, ചേരത്തിൽ ഉഷാറായിരിക്കും. ഓക്കെ. ഇപ്പോ സതീഷ് ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഞാൻ അതിൽ ഇടപെടാൻ വരാതിരുന്നതാണ്. അതിന്റെ ഇടയിൽ ഒന്നും പറയണ്ടെന്ന് കരുതിയിട്ട്. ഓൾ ഫാമിലി ആയിട്ട് ഭൂമിക്ക് കുറെ ഭാരം കുറച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഭാരം കുറച്ച് കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇമ്പ്രൂവ്മെന്റിലേക്ക് വന്നു എന്നുള്ളത്. അപ്പൊ ഇവിടുന്ന് എന്തായിരുന്നു, എന്തെങ്കിലും മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നോ ഇതൊക്കെ മാറാനായി? ഒന്നുമില്ല. എന്റെ ഇവിടുത്തെ കോച്ച് എന്റെ ടോട്ടലിന്റെ ഭക്ഷണ രീതി മൊത്തം മാറ്റി. എന്റെ എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, ഓക്കെ. ഒരു കോച്ച് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്തു എന്നെ. കാരണം നമ്മൾ രാവിലെ എപ്പോഴും ഭക്ഷണം കഴിക്കണം, ഉച്ചത്തെ ഭക്ഷണം എപ്പോഴാണ് തന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ? കൂടെ എല്ലാം മാറ്റി. കൂടെ ന്യൂട്രീഷൻ കൂടെ ആഡ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട്. കാണുമ്പോ തന്നെ അച്ഛനും മോനും പോലെ തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ചെറുപ്പാണ്. നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും കോച്ചിനെ മുറുകെ പിടിക്കുക. ഒരുപാട് പേർക്ക് നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെ? ആ ഒരു ബ്ലെസ്സിങ്ങും കൂടെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. വേറെ ഒരാൾക്കും കൂടെ റിസൾട്ട് ഷെയർ ചെയ്യാം. ഹലോ, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് 3 ദിവസമായി. 3 ദിവസമായി. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് രാവിലെ വന്നിട്ട് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് വെയിറ്റ് 75 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ 1 കിലോ കൂടി കുറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ. 3 ദിവസം വളരെ സന്തോഷമുണ്ട് ശരീരത്തിന്. കൺഗ്രാറ്റുലേഷൻസ്.
ആ, നമ്മുടെ ഏ? ഈ 3 ദിവസം നമ്മുടെ ബോഡി ഇപ്പോ കൊ- പോയപ്പോ എന്താണ് ഫീൽ ഇല്ലാണ്ട് വെയിറ്റ് കുറഞ്ഞു ഇല്ലാണ്ട് ബോഡിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓടിക്കാനുള്ള സുഖം കിട്ടുന്നുണ്ട് ഇപ്പൊ, അതല്ലേ? കുഴപ്പമില്ല. ഓക്കെ ഉറക്കമൊക്കെ കുറവായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അപ്പോ എന്തായാലും നല്ല റിസൾട്ട് ആണ്. മുറുകെ പിടിക്കുക. 3 ദിവസം ആയിട്ടുള്ളൂ. കോച്ച് ആരാണ്? കോച്ചിന്റെ ഒരു താങ്ക്സ് പറഞ്ഞോളൂ. താങ്ക്സ്. ഓക്കെ. അപ്പൊ എന്തായാലും കോച്ച് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടാ. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ കേട്ടു അല്ലെ? അപ്പൊ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന റിസൾട്ടുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും ഓക്കെ. ഇപ്പോ എല്ലാവരുടെ റിസൾട്ടും നമുക്കിപ്പോ കേൾക്കണം എന്നുണ്ട്. നമുക്ക് ടൈമിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെ? എല്ലാവരും മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാനുള്ളവരൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കത് പോസിബിൾ അല്ല. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരുടെ റിസൾട്ടുകൾ കേൾക്കാം. ഇപ്പൊ നമുക്ക് അടിപൊളി റിസൾട്ട് എടുത്ത കുറച്ച് പേരുടെ വീഡിയോ രൂപത്തിലുള്ള റിസൾട്ടുകൾ ഉണ്ട്. അതിനു മുന്നേ ഞാൻ ഇന്ന് പുതിയതായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ലിങ്ക് തന്നത് അവരുമായിട്ട് കണക്ട് ആവുക. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം കാണാം. അപ്പൊ ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സൈനിങ് ഓഫ് ഹസീന. വീഡിയോ